നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം 9.0 സെഷൻസ് ആണ് ഇപ്പൊ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നമ്മുടെ 2 സെഷൻസ് സക്സസ്ഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടുണ്ട്. ഫസ്റ്റ് സെഷൻ നമ്മളുടെ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ആയിരുന്നു. അപ്പൊ നമ്മുടെ ബാച്ച്മേറ്റ്സിനെ ഒക്കെ പരിചയപ്പെടാനും ഒക്കെ ആ സെഷനിലൂടെ നമുക്ക് പറ്റി. അതിനുശേഷം വന്നത് നമുക്കൊരു ഇഗ്നോ യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് കുറെ ഐഡിയാസ് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ റിസോഴ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതൊക്കെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള ഒരു സെഷൻ ആയിരുന്നു സെഷൻ 2 വരുന്നത്. ഓക്കെ, ഇന്ന് നമ്മുടെ സെഷൻ 3 ആണ്. ഇന്നത്തെ സെഷനിൽ നമ്മളുടെ എൻറ്റയർ സിലബസ് ഡീകോഡിംഗ് സെഷനാണ്. ഓക്കെ, അതോടൊപ്പം നമ്മുടെ ടൈം ടേബിൾ ലോഞ്ചിങ്ങും ഈ ഒരു സെഷനിലാണ് നമുക്ക് ആ ഒരു പ്രോസസ്സും ഈ ഒരു സെഷനോടെ കംപ്ലീറ്റഡ് ആവും. അപ്പൊ നമുക്ക് ഒഫീഷ്യലി നമ്മളുടെ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ പറ്റുന്ന ഒരു അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് കൂടാണ് ഈ ഒരു സെഷൻ. ഓക്കെ, അതോടൊപ്പം നമ്മളുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഒന്നുകൂടെ, ഓൾറെഡി ലേണേഴ്സിനൊക്കെ നമുക്ക് അറിയാം, എങ്കിലും കുറച്ചും കൂടെ ഒരു ഇൻഡെപ്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ ഒരു സെഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇന്ന് ഈ ഒരു സെഷനിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അനുഷ മാം ജോയിൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ദുർഗ മാമും, പിന്നെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ള സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നസ്രീൻ മാമും ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ഈ സെഷനിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സെഷൻ 3 ഇന്നോവേറ്റ് വിത്ത് ലേൺ വൈസ് സ്ട്രാറ്റജീസ് ഫോർ മോഡേൺ ലേണിംഗ് എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഇഗ്നൈറ്റ്, ഇന്റഗ്രേറ്റ് ആൻഡ് ഇന്നോവേറ്റ് എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു 9.0 ഓറിയന്റേഷൻ 9.0യുടെ മോട്ടോ തന്നെ. അപ്പം ആ ഒരു മോട്ടോ നമ്മൾ ഉൾക്കൊണ്ട് തന്നെ നമുക്ക് ഇനിയുള്ള നമ്മുടെ സ്റ്റഡി ജേർണി കൂടുതൽ ഫ്രൂട്ട്ഫുൾ ആക്കാനും ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറിലേക്ക് എത്തിപ്പെടാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് സെഷനിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മളുടെ ഇന്നത്തെ ഒരു അജണ്ടയാണ് നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ ഡീകോഡിംഗ് സിലബസ് ആണ്, ദെൻ അക്കാഡമിക് ടൈം ടേബിൾ റോൾ ഔട്ട് വരും, ദെൻ നമ്മുടെ ലേൺ വൈസിൽ അവൈലബിൾ ആയിട്ടുള്ള അക്കാഡമിക് കണ്ടന്റ് ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ ആയിരിക്കും ഫൈനലി വരിക. ഓക്കെ, നമുക്ക് സിലബസ് ഡീകോഡിങ്ങിലേക്ക് തന്നെ ഫസ്റ്റ് പോകാം. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, ഓൾറെഡി അറിയാം, MCA നമുക്ക് 2-year PG പ്രോഗ്രാം ആണ്. അപ്പൊ ഫസ്റ്റ് ഇയറിൽ നമ്മൾ കവർ ചെയ്യുന്ന സബ്ജക്ട്സുകൾ ജസ്റ്റ് നമുക്കൊന്ന് ഇനിഷ്യലി നോക്കാം. അപ്പം ഓരോ സബ്ജക്റ്റ്, ഓരോ കോഴ്സസ് ആണ് ഇഗ്നോയിൽ വരുമ്പം ഓരോ സബ്ജക്റ്റിനും ഓരോ കോഴ്സസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഓരോ കോഴ്സസിനും ഓരോ ക്രെഡിറ്റും അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സബ്ജക്റ്റ് നോക്കാം. MCS 211 ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതംസ് ആണ് വരുന്നത്. ദെൻ MCS 212 ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്. ദെൻ MCS 213 സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ഇത്രയും സബ്ജക്ട്സ് നമ്മളുടെ കോർ കോഴ്സ് തന്നെയെന്ന് നമുക്ക് പറയാൻ പറ്റും. അതോടൊപ്പം ആ ഓരോ സബ്ജക്റ്റും നമുക്ക് 4 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, 1 ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 30 hours ഓഫ് സ്റ്റഡി ആണ്. അപ്പം ഈ 3 സബ്ജക്റ്റിനും ഫസ്റ്റ് സെമ്മിൽ വരുന്ന ഈ 3 സബ്ജക്റ്റിനും ഓരോന്നിനും നമുക്ക് 4 ക്രെഡിറ്റ്സ് വെച്ചിട്ടാണ് വരുന്നത്. അപ്പം ഓരോ സബ്ജക്റ്റിനും നമ്മൾ 4 ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 30 hours വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 120 hours നമ്മൾ ഈ ഓരോ സബ്ജക്റ്റിനും സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് പ്രൊഫഷണൽ സ്കിൽസ് ആൻഡ് എത്തിക്സ് ആണ്. അത് നമുക്ക് 2 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. സെക്യൂരിറ്റി ആൻഡ് സൈബർ ലോ, അതിനും 2 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് 2 ലാബ് സെഷൻസ് ഫസ്റ്റ് സെമ്മിൽ കവർ ചെയ്യുന്നുണ്ട്. ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതം ആൻഡ് വെബ് ഡിസൈനിങ് ലാബ് ആണ് ഫസ്റ്റ് ലാബ് എന്ന് പറയുന്നത്. MCS SL 216. ദെൻ MCS L 217 സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ ലാബ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ലാബ് സെഷൻസിന് നമുക്ക് 2 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. ഇനി സെക്കൻഡ് സെമ്മിലെ സബ്ജക്ട്സുകൾ നോക്കുവാണെങ്കിൽ MCS 218 ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആണ്. ഓക്കെ, അതിന് 4 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. ദെൻ MCS 219 ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് ആൻഡ് ഡിസൈനിങ് ആണ്. അതിന് 4 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. പിന്നെ നമ്മൾ MCS 220 വെബ് ടെക്നോളജീസ് ആണ്. അതിന് നമുക്ക് 4 ക്രെഡിറ്റ്സ് ആണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് സബ്ജക്ട് MCS 221 ഡേറ്റ വെയർ ഹൗസിംഗ് ആൻഡ് ഡേറ്റ മൈനിങ് ആണ്. അതിന് 4 ക്രെഡിറ്റ്സ് ആണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് സെമ്മിലെ പോലെ തന്നെ നമുക്ക് സെക്കൻഡ് സെമ്മിൽ 2 പ്രാക്ടിക്കൽസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ MCSL 222
അത് നമ്മളുടെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് ആൻഡ് ഡിസൈനിങ് ആൻഡ് വെബ് ടെക്നോളജി ലാബാണ്. ദെൻ MCSL 223 കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആൻഡ് ഡേറ്റ മൈനിങ് ലാബാണ്. ഓക്കെ, അപ്പം സെക്കൻഡ് സെമ്മിൽ 2 ലാബാണ്. ലാബ് സെഷൻസിന് 2 ക്രെഡിറ്റ്സ് വെച്ചിട്ടാണ് സെക്കൻഡ് സെമ്മിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള കണ്ടന്റ്സ് ആണ്. നമുക്ക് സബ്ജക്ട്സുകൾ നോക്കാം. MCS 224 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ആണ് കവർ ചെയ്യുന്നത്. 4 ക്രെഡിറ്റ്സ് ആണ് ആ ഒരു സബ്ജക്റ്റിന് വരിക. ദെൻ MCS 225 അക്കൗണ്ടൻസി ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് കവർ ചെയ്യുന്നുണ്ട്. അക്കൗണ്ടിങ് റിലേറ്റ് ചെയ്തിട്ട് അതിന് 4 ക്രെഡിറ്റ്സ് ആണ് വരിക. ദെൻ MCS 226 ഡേറ്റ സയൻസ് ആൻഡ് ബിഗ് ഡേറ്റ അനലിറ്റിക്സ് വരുന്നുണ്ട്. അതിന് 4 ക്രെഡിറ്റ്സ് ആണ്. ദെൻ MCS 227 ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് IoT അതിന് 4 ക്രെഡിറ്റ്സ് ആണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ MCS 230 ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് ആൻഡ് കമ്പ്യൂട്ടർ വിഷൻ ആണ്. അതിന് 4 ക്രെഡിറ്റ്സ് ആണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ MCS 231 മൊബൈൽ കമ്പ്യൂട്ടിംഗ് ആണ്. ഓക്കെ, അതിന് 4 ക്രെഡിറ്റ്സ് ആണ് യൂണിവേഴ്സിറ്റി അലോട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വരുന്നത് 2 ലാബ് സെഷൻസ് ഉണ്ട്. MCSL 228 AI ആൻഡ് മെഷീൻ ലേണിംഗ് ലാബാണ്. അതിന് 2 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ MCSL 229 ക്ലൗഡ് ആൻഡ് ഡേറ്റ സയൻസ് ലാബ് വരുന്നുണ്ട്. 2 ക്രെഡിറ്റ്സ് ആണ്. ഫൈനലി നമുക്ക് ലാസ്റ്റ് സെമ്മില് ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട്. MCSP 232 പ്രോജക്റ്റ് ആണ് വരുന്നത്. അതിന് 12 ക്രെഡിറ്റ് ആണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ 2 ഇയേഴ്സിലായിട്ട് ഇത്രയും കോഴ്സസ് ആയിരിക്കും, ഇൻക്ലൂഡിങ് പ്രോജക്റ്റ്, ഇത്രയും സബ്ജക്ട്സുകളായിരിക്കും കവർ ചെയ്യുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് സെമ്മിൽ അതുപോലെ ഫസ്റ്റ് 2 സെംസിൽ കവർ ചെയ്യുന്ന സബ്ജക്ട്സുകൾ. ഫസ്റ്റ് ഇയർ ഫുൾ സബ്ജക്റ്റ് വിത്ത് ഓരോ ബ്ലോക്കിലും എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ കവർ ചെയ്യുക എന്നുള്ള കാര്യമാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം ഫസ്റ്റ് സബ്ജക്റ്റ് MCS 211 ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതം എന്ന് പറയുന്ന കോഴ്സാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണെങ്കിൽ തന്നെ നമുക്കത് റൈറ്റ് ചെയ്യുന്നതിന്, ഒരു പ്രോഗ്രാം നമ്മൾ റൈറ്റ് ചെയ്യുന്നതിന് മുന്നേ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് വളരെ കറക്റ്റായിട്ട് നമ്മൾ എഴുതാൻ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഒരു രീതിയിൽ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അൽഗോരിതം ഡിസൈനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് സെമ്മിൽ നമുക്ക് ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതംസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ കവർ ചെയ്യുക ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. ഓക്കെ, യൂണിറ്റ് 1 ബേസിക്സ് ഓഫ് അൽഗോരിതം ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് കവർ ചെയ്യും. ദെൻ യൂണിറ്റ് 2 വരുമ്പോൾ അസിംപ്റ്റോട്ടിക് ബൗൺസ് ആയിരിക്കും. ഓക്കെ, ദെൻ യൂണിറ്റ് 3 കോംപ്ലക്സിറ്റി അനാലിസിസ് ഓഫ് സിമ്പിൾ അൽഗോരിതംസ്. യൂണിറ്റ് 4 സോൾവിങ് റെക്കറൻസ്. അതായത് അൽഗോരിതം നമ്മൾ റൈറ്റ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല പല കാര്യങ്ങൾ ബേസിക്സ് തൊട്ട് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ കവർ ചെയ്യും. അതോടൊപ്പം ഓരോ അൽഗോരിതത്തിന്റെ അതിന്റെ ആ ഒരു ബെസ്റ്റ് ആണോ അതോ വേസ്റ്റ് കേസ്, ഈ കേസുകളൊക്കെ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നതും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ബ്ലോക്ക് 1 കവർ ചെയ്യുക. ഇനി ബ്ലോക്ക് 2 വരുമ്പോൾ നമ്മൾ പല ടെക്നിക്സ് ആണ് പഠിക്കുന്നത്. ഓക്കെ, ഇപ്പം അൽഗോരിതംസ് എഫക്റ്റീവ് ആയിട്ട് സോൾവ് ചെയ്യാൻ പല പല ടെക്നിക്സ് നമുക്ക് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഗ്രീഡി മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്, ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആ അൽഗോരിതം ഡിസൈനിങ് ടെക്നിക്സ് നമ്മൾ ബ്ലോക്ക് 2 കവർ ചെയ്യുന്നത്. ഗ്രീഡി ടെക്നിക്കാണ് യൂണിറ്റ് 1. ഗ്രീഡി ടെക്നിക്കിൽ നമ്മൾ ഒപ്റ്റിമം സൊല്യൂഷൻ വെച്ചിട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതായിരിക്കും കവർ ചെയ്യുക. യൂണിറ്റ് 2 വരുമ്പോൾ ഡിവൈഡ് ആൻഡ് കോൺകർ ടെക്നിക്സ് ആയിരിക്കും പഠിക്കുക. അതായത് നമുക്കിപ്പം ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്, ഒരു വലിയ പ്രോബ്ലം ആയിരിക്കും, അതിനെ പല പല സ്മോൾ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓക്കെ ആ ഓരോ ഡിവൈഡ് ചെയ്തെടുത്ത ഓരോ പോർഷനും സൊല്യൂഷൻ ഫൈൻഡ് ചെയ്ത് ആ ഒരു രീതിയിൽ വരുന്ന ഡിവൈഡ് ആൻഡ് കോൺകർ ടെക്നിക്സ് ഒക്കെ നമ്മൾ പഠിക്കും. പിന്നെ യൂണിറ്റ് 3 വരുമ്പോൾ ഗ്രാഫ് അൽഗോരിതം ആയിരിക്കും പഠിക്കുക. ഓക്കെ, ഇനി നമ്മൾ ബ്ലോക്ക് 3 വീണ്ടും ഡിസൈനിങ് ടെക്നിക്സിന്റെ കണ്ടിന്യൂവേഷൻ ആണ് വരിക.
ബ്ലോക്ക് 3-ല്. യൂണിറ്റ് 1-ല് ഗ്രാഫ് അൽഗോരിതംസിന്റെ സെക്കൻഡ് പാർട്ട് കവർ ചെയ്യും. അതുപോലെ തന്നെ യൂണിറ്റ് 2-ല് ഡയനാമിക് പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ആയിരിക്കും പഠിക്കുക. ഡയനാമിക് പ്രോഗ്രാമിംഗ് ടെക്നിക്സിൽ നമ്മൾ ഒരു കോംപ്ലക്സ് പ്രോബ്ലത്തെ സ്മോൾ പ്രോബ്ലംസ് ആയിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് ആ ഓരോ ചെറിയ ചെറിയ പ്രോബ്ലംസും നമ്മൾ സോൾവ് ചെയ്ത് ഫൈനൽ സൊല്യൂഷനിലേക്ക് എത്തുന്ന ആ ഒരു മെത്തേഡ്സ് ഒക്കെ ആയിരിക്കും അവിടെ കവർ ചെയ്യുക. യൂണിറ്റ് 3-ല് വരുമ്പോൾ സ്ട്രിംഗ് മാച്ചിങ് അൽഗോരിതംസ് ആയിരിക്കും കവർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ബ്ലോക്ക് 4-ലേക്ക് വരുമ്പോൾ NP കംപ്ലീറ്റ്നസ് അതുപോലെ തന്നെ അപ്രോക്സിമേഷൻ അൽഗോരിതംസ് ആയിരിക്കും കവർ ചെയ്യുക. അതിൽ യൂണിറ്റ് 1-ൽ നമ്മൾ കവർ ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു കോംപ്ലക്സിറ്റി ക്ലാസ്സസ്, യൂണിറ്റ് 2-ല് NP കംപ്ലീറ്റ്നസ് ആൻഡ് NP ഹാർഡ് പ്രോബ്ലംസ് കവർ ചെയ്യും. ദെൻ യൂണിറ്റ് 3-ല് ഹാൻഡ്ലിംഗ് ഇൻട്രാസ്റ്റബിലിറ്റി. ഇത്രയും പോർഷൻസ് ആയിരിക്കും നമ്മളുടെ ബ്ലോക്ക് 4-ല് കവർ ചെയ്യുക. ഓക്കെ, അപ്പം ബ്ലോക്ക് 4-ല് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുക ഒരു ഫോർ എക്സാമ്പിൾ NP കോംപ്ലക്സ്നെസ് ഒക്കെ വരുമ്പം അതുപോലെ NP ഹാർഡിലൊക്കെ നമ്മൾ വരുമ്പം അവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രോബ്ലം തന്നു, ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷനിലേക്ക് നമ്മൾ എത്താൻ കുറേ സ്റ്റെപ്സ് വരും. അപ്പം ആ സൊല്യൂഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ടെക്നിക്സ് ഒക്കെ ആയിരിക്കും ഈ ഒരു നമ്മളുടെ NP കംപ്ലീറ്റ്നസ് അതുപോലെ NP ഹാർഡ് പ്രോബ്ലത്തിലൊക്കെ കവർ ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് സബ്ജക്റ്റിലേക്കാണ് പോകുന്നത്. MCS 212 ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് ആണ്. അപ്പം ഇവിടെ നമ്മൾ മാത്തമാറ്റിക്സിൽ കവർ ചെയ്യുന്നത് ഗ്രാഫ് തിയറി മാത്സിൽ വരുന്നുണ്ട്, അതുപോലെ സെറ്റ്, റിലേഷൻസ്, ഫങ്ഷൻസ്, കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, ഇതൊക്കെ ആയിരിക്കും ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ കവർ ചെയ്യുക. ഓക്കെ, ബ്ലോക്ക് 1-ല് എലമെന്ററി ലോജിക് ആൻഡ് പ്രൂഫ്സ് ആയിരിക്കും കവർ ചെയ്യുക. ബ്ലോക്ക് 2-ലേക്ക് വരുമ്പോൾ സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് കവർ ചെയ്യും. ബ്ലോക്ക് 3-ല് കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്. ബ്ലോക്ക് 4-ല് ഗ്രാഫ് തിയറിയും ആയിരിക്കും കവർ ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ ബ്ലോക്ക് 1 എലമെന്ററി ലോജിക് ആൻഡ് പ്രൂഫ്സിൽ 3 യൂണിറ്റ്സ് ആണുള്ളത്. യൂണിറ്റ് 1-ല് പ്രിപ്പോസിഷണൽ കാൽക്കുലസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. ദെൻ യൂണിറ്റ് 2-ലേക്ക് വരുമ്പോൾ മെത്തേഡ്സ് ഓഫ് പ്രൂഫ് ആണ്. യൂണിറ്റ് 3-ല് ബൂലിയൻ, ഓൾജിബ്ര ആൻഡ് സർക്യൂട്ട്സ് ആയിരിക്കും കവർ ചെയ്യുക. ഓക്കെ, ബ്ലോക്ക് 2-ലേക്ക് വരുമ്പോൾ നമ്മൾ പഠിക്കുന്ന സെറ്റ്സ്, റിലേഷൻസ്, ഫങ്ഷൻസ് ആയിരിക്കും. യൂണിറ്റ് 1-ല് സെറ്റ്സും റിലേഷനും ഫങ്ഷൻസും കവർ ചെയ്യും. യൂണിറ്റ് 2-ല് ഓട്ടോമേറ്റ് ആൻഡ് ലാംഗ്വേജസ് ആയിരിക്കും കവർ ചെയ്യുക. യൂണിറ്റ് 3-ലേക്ക് വരുമ്പോൾ കമ്പ്യൂട്ടബിലിറ്റി ആൻഡ് കോംപ്ലക്സിറ്റി ആയിരിക്കും കവർ ചെയ്യുക. ഓക്കെ, ഇനി ബ്ലോക്ക് 3-ല് മാത്സിൽ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ ബ്ലോക്ക് 3-ല് യൂണിറ്റ് 1-ല് കോമ്പിറ്റേറ്റേഴ്സ് നമ്മൾ കവർ ചെയ്യും. യൂണിറ്റ് 1-ല് യൂണിറ്റ് 2-ല് അഡ്വാൻസ്ഡ് കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആയിരിക്കും കവർ ചെയ്യുക. യൂണിറ്റ് 3-ലേക്ക് വരുമ്പോൾ റെക്കറൻസ് റിലേഷൻസ്, യൂണിറ്റ് 4-ല് പാർട്ടീഷൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് കവർ ചെയ്യുക. ഓക്കെ, ബ്ലോക്ക് 4-ല് ഗ്രാഫ് തിയറി ആണ്. യൂണിറ്റ് 1-ല് വരുമ്പോൾ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രാഫ്സ് കവർ ചെയ്യും. യൂണിറ്റ് 2-ല് കണക്റ്റഡ്നെസ്സിനെ പറ്റിയിട്ടായിരിക്കും പഠിക്കാനുള്ളത്. യൂണിറ്റ് 3-ല് വരുമ്പോൾ യുക്ലീഡിയൻ അതുപോലെ തന്നെ ഹാമിൽട്ടോണിയൻ ഗ്രാഫ്സിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. യൂണിറ്റ് 4-ലേക്ക് വരുമ്പോൾ ഗ്രാഫ് കളറിങ്സ് ആണ് കവർ ചെയ്യുന്നത്. അങ്ങനെ 4 ബ്ലോക്സ് ആയിട്ടാണ് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് MCS 213 സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ്. അപ്പം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ നമുക്ക് ഫസ്റ്റ് 2 ബ്ലോക്സിലായിട്ട് കവർ ചെയ്യുന്നത്. ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്നത് നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പം ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറേ റിക്വയർമെന്റ് അനാലിസിസ് നടത്തണം. അതിനുശേഷം ആ ഒരു ഡിസൈനിങ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്യണം. അപ്പം നമ്മൾ സിസ്റ്റം ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ, അതുപോലെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പല പല സ്റ്റെപ്സ്, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ബ്ലോക്ക് 1-ല് കവർ ചെയ്യുക. ബ്ലോക്ക് 2-ലേക്ക് വരുമ്പം സോഫ്റ്റ്വെയറിന്റെ ആ ഒരു പ്രോജക്റ്റ് മാനേജ്മെന്റ് ആയിരിക്കും കവർ ചെയ്യുക. അതായത് ആ ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് വേണം. അതുപോലെ തന്നെ സ്കെഡ്യൂളിംഗ് ആവശ്യമാണ്, അല്ലെ? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് ഒപ്റ്റിമം ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ടൈം ആണെങ്കിലും അതുപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിനെ എങ്ങനെ ഒപ്റ്റിമൽ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ റിസ്ക് മാനേജ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും ബ്ലോക്ക് 2-ല് നമ്മൾ പ്യുവർലി പ്രോജക്ട് മാനേജ്മെന്റും, ബ്ലോക്ക് 1-ല് ആ സിസ്റ്റം ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളും സ്റ്റെപ്സും അതുപോലെ റിക്വയർമെന്റ് ഗ്യാതറിങ്ങും ഇതൊക്കെ ആയിരിക്കും കവർ ചെയ്യുക. ഓക്കെ, അപ്പൊ ബ്ലോക്ക് 1-ല്
നമുക്ക് യൂണിറ്റ്സ് നോക്കാം. ബ്ലോക്ക് 1 എന്ന് പറയുന്ന ഓവർവ്യൂ ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ്. ബേസിക് തൊട്ടാണ് നമ്മളിവിടെ പഠിക്കുന്നത്. യൂണിറ്റ് 1 സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആൻഡ് ഇറ്റ്സ് മോഡൽസ് ആണ്. പല പല സയന്റിസ്റ്റ് പല മോഡൽസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ മോഡൽസ് നമ്മളിവിടെ പഠിക്കും. ദെൻ യൂണിറ്റ് 2 വരുമ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് അനാലിസിസ്, അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള റിക്വയർമെന്റ് അനാലിസിസിനെ പറ്റിയിട്ടായിരിക്കും യൂണിറ്റ് 2. യൂണിറ്റ് 3 വരുമ്പോൾ സോഫ്റ്റ്വെയർ ഡിസൈനിങ് ആണ് നമ്മൾ കവർ ചെയ്യുക. യൂണിറ്റ് 4 സോഫ്റ്റ്വെയറിന്റെ ക്വാളിറ്റി അതുപോലെ സെക്യൂരിറ്റി ചെക്കിംഗ് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും യൂണിറ്റ് 4 കവർ ചെയ്യുക. ബ്ലോക്ക് 2 എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ പ്രോജക്ട് മാനേജ്മെന്റ് ആണ്. അവിടെ യൂണിറ്റ് 5 സോഫ്റ്റ്വെയർ പ്രോജക്റ്റിന്റെ പ്ലാനിങ്, ഓക്കെ, നമ്മൾ എങ്ങനെ ആ ഒരു പ്രോജക്റ്റ് എഫക്റ്റീവായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അതിൽ പഠിക്കും ഡീറ്റെയിൽ ആയിട്ട്. യൂണിറ്റ് 6 വരുമ്പോൾ റിസ്ക് മാനേജ്മെന്റ് അതുപോലെ പ്രോജക്ട് സ്കെഡ്യൂളിംഗ് ആണ് കവർ ചെയ്യുക. ഓക്കെ, ദെൻ യൂണിറ്റ് 7 സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റിങ്, ആ കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ കവർ ചെയ്യും. യൂണിറ്റ് 8 വരുമ്പോൾ സോഫ്റ്റ്വെയർ ചേഞ്ച് മാനേജ്മെന്റ് ആണ്. എക്സിസ്റ്റിംഗ് സോഫ്റ്റ്വെയറിൽ നിന്ന് പുതിയതിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ആ ചേഞ്ചിങ് വരുന്നത്, അതിൽ നമ്മൾ നേരിടുന്ന റിസ്ക്, ആ കാര്യങ്ങളൊക്കെ ആ ഒരു ബ്ലോക്കിൽ നമ്മൾ ആ ഒരു യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്യും. ഇനി യൂണിറ്റ് 3 വരുമ്പോൾ വെബ്, മൊബൈൽ ആൻഡ് കേസ് ടൂൾസ് ആണ് വരുന്നത്. യൂണിറ്റ് 9 നമ്മൾ കവർ ചെയ്യുന്നത് വെബ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. യൂണിറ്റ് 10 മൊബൈൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോസസ്സുകളായിരിക്കും പഠിക്കുക. യൂണിറ്റ് 11 വരുമ്പം കേസ് ടൂൾസ് ആയിരിക്കും കവർ ചെയ്യുക. യൂണിറ്റ് 12 അഡ്വാൻസ്ഡ് ടോപ്പിക്സ് ആണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലെ അഡ്വാൻസ്ഡ് ടോപ്പിക്സ് ആയിരിക്കും പഠിക്കാനുണ്ടാവുക. ഇനി ബ്ലോക്ക് 4 എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ടോപ്പിക്സ് ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ തന്നെ യൂണിറ്റ് 13 കവർ ചെയ്യുന്നത് സോഫ്റ്റ്വെയർ പ്രോസസ് ഇംപ്രൂവ്മെന്റുകളെ പറ്റിയിട്ടാണ്. യൂണിറ്റ് 14 എമർജിംഗ് ട്രെൻഡ്സ് ആണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലെ എമർജിംഗ് ട്രെൻഡ്സിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കും. യൂണിറ്റ് 15 ഇൻട്രൊഡക്ഷൻ ടു UML ആയിരിക്കും കവർ ചെയ്യുക. ദെൻ യൂണിറ്റ് 16 ഡേറ്റ സയൻസ് ഫോർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ഓക്കെ, അങ്ങനെ 4 ബ്ലോക്സിലായിട്ടായിരിക്കും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് സബ്ജക്ട് നമ്മളുടെ ഫസ്റ്റ് സെമ്മിൽ തന്നെ കവർ ചെയ്യുന്നതാണ് പ്രൊഫഷണൽ സ്കിൽസ് ആൻഡ് എത്തിക്സ്. ഒരു വർക്ക് എൻവയോൺമെന്റ് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒത്തിരി ഒരു ആപ്ലിക്കബിൾ, ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻസ് നമുക്ക് റിയൽ ലൈഫിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രൊഫഷണൽ സ്കിൽസ് ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന ആ കോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കണ്ടന്റിലൂടെ. അപ്പൊ ബ്ലോക്ക് 1 കവർ ചെയ്യുന്നത് പ്രൊഫഷണൽ സ്കിൽസ് നീഡഡ് അറ്റ് ദ വർക്ക് പ്ലേസ് 1 ആണ് കവർ ചെയ്യുന്ന ആ ഒരു ബ്ലോക്കിൽ. അതിൽ യൂണിറ്റ് 1 കവർ ചെയ്യുന്നത് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. യൂണിറ്റ് 2 ടെലഫോൺ ടെക്നിക്സും യൂണിറ്റ് 3 ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് ഇന്റർവ്യൂസിനെ പറ്റിയിട്ടുമാണ് കവർ ചെയ്യുക. യൂണിറ്റ് 4 ഗ്രൂപ്പ് ഡിസ്കഷൻ. ഓക്കെ, യൂണിറ്റ് 5 മാനേജിങ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. അപ്പം ഒരു വർക്ക് എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ ടെലഫോണിക് ടെക്നിക്സ് ആണെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടെലഫോണിക് ടെക്നിക്സ്, ജോബ് ആപ്ലിക്കേഷൻ, അതുപോലെ ഇന്റർവ്യൂ, ഒരു വർക്ക് എൻവയോൺമെന്റിൽ വരുന്ന ഗ്രൂപ്പ് ഡിസ്കഷൻ, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ബ്ലോക്ക് 1 കവർ ചെയ്യുക. ഓക്കെ, ബ്ലോക്ക് 2 വരുമ്പോൾ പ്രൊഫഷണൽ സ്കിൽസ് നീഡഡ് അറ്റ് വർക്ക് പ്ലേസിന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. യൂണിറ്റ് 6 നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് മീറ്റിംഗ്സിനെ പറ്റിയിട്ടാണ്. ഒരു ഓർഗനൈസേഷൻ എൻവയോൺമെന്റിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മീറ്റിംഗ്സിനെ പറ്റി. യൂണിറ്റ് 7 പ്രസന്റേഷൻ സ്കിൽസ് ആയിരിക്കും ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ദെൻ യൂണിറ്റ് 8 പ്രസന്റേഷൻ സ്കിൽസിന്റെ കണ്ടിന്യൂവേഷൻ പാർട്ട് 2 ആണ് അവിടെ വരിക. യൂണിറ്റ് 9 ഡെവലപ്പിംഗ് ഇന്റർപേഴ്സണൽ സ്കിൽസ് ഫോർ എ സക്സസ്ഫുൾ ലൈഫ് അറ്റ് ദ വർക്ക് പ്ലേസ് ആണ്. ഓക്കെ, യൂണിറ്റ് 10 വർക്ക് എത്തിക്സിനെ പറ്റിയിട്ടും സോഷ്യൽ മീഡിയ എറ്റിക്യൂസിനെ പറ്റിയിട്ടും ആയിരിക്കും കവർ ചെയ്യുന്നത്. യൂണിറ്റ് 11 നമ്മൾ കവർ ചെയ്യുന്നത് കോപ്പി റൈറ്റ്സ് ആൻഡ് പ്ലേജറിസത്തിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സബ്ജക്ട് നമ്മളുടെ MCS 215 സെക്യൂരിറ്റി ആൻഡ് സൈബർ ലോസ് ആണ്. അതിൽ ബ്ലോക്ക് 1 കവർ ചെയ്യുക നമ്മളുടെ സൈബർ സെക്യൂരിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസിനെ പറ്റിയിട്ടാണ്. അതിൽ യൂണിറ്റ് 1 നമ്മൾ കവർ ചെയ്യുക സൈബർ സെക്യൂരിറ്റിയിൽ റിലേറ്റ് ചെയ്ത് വരുന്ന ഇഷ്യൂസ്, ചാലഞ്ചസ് ഒക്കെ ആയിരിക്കും. യൂണിറ്റ് 2 ക്രിപ്റ്റോഗ്രാഫിക് മെക്കാനിക്സ് ആയിരിക്കും കവർ ചെയ്യുക. യൂണിറ്റ് 3 ഡേറ്റ സെക്യൂരിറ്റി ആൻഡ് മാനേജ്മെന്റ്. ഇത്രയും 3 യൂണിറ്റ്സ് ആയിരിക്കും ബ്ലോക്ക് 1 കവർ ചെയ്യുക. ബ്ലോക്ക് 2 വരുമ്പോൾ സൈബർ ലോസിനെ പറ്റിയിട്ടാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. അതിൽ യൂണിറ്റ് 4 റെഗുലേഷൻ ഓഫ് സൈബർ സ്പേസ്, അതുപോലെ തന്നെ യൂണിറ്റ് 5 സൈബർ ക്രൈംസിനെ പറ്റി
പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. യൂണിറ്റ് 6 വരുമ്പോൾ IPR ഇഷ്യൂസ് ഇൻ സൈബർ സ്പേസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ലാബ് സെഷൻസിനെ പറ്റിയിട്ടാണ്, അതിന്റെ ഒരു സിലബസ് ആണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. MCSL 216 ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതം ആൻഡ് വെബ് ഡിസൈൻ ലാബ്. അതിൽ നമുക്ക് അലോട്ട് ചെയ്ത് തന്നിട്ടുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണ് വരുന്നത് ഇംപ്ലിമെന്റേഷൻ ഓഫ് സിമ്പിൾ അൽഗോരിതംസ് ആണ്. പിന്നെ നമുക്കിവിടെ പല പല അൽഗോരിതംസ്, അതിന്റെ പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻസ് ആണ് ലാബിൽ വരുന്നത്. ഓക്കെ, അതിൽ നാപ്സാക്ക് പ്രോബ്ലംസ് വരുന്നുണ്ട്, ടാസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് വരുന്നുണ്ട്, ഹോഫ്മാൻ കോഡിംഗ് അൽഗോരിതം, ഡിവൈഡ് ആൻഡ് കോൺകർ ടെക്നിക്സ്. ഈ ഓരോ അൽഗോരിതംസിന്റെയും പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻസ് ആയിരിക്കും കവർ ചെയ്യുക. ഓക്കെ, ദെൻ സിംഗിൾ സോഴ്സ് ഷോർട്ടസ്റ്റ് പാത്ത് അൽഗോരിതം, മിനിമം കോസ്റ്റ് സ്പാനിംഗ് ട്രീ, ഇംപ്ലിമെന്റേഷൻ ഓഫ് ബൈനോമിയൽ കോഎഫിഷ്യന്റ് പ്രോബ്ലം, ഫ്ലോയിഡ് ആൻഡ് വാഷേഴ്സ് അൽഗോരിതം ഫോർ ഓൾ പെയർ ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലം, ചെയിൻഡ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, ഒപ്റ്റിമൽ ബൈനറി സെർച്ച് ട്രീ. ഓക്കെ, ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അൽഗോരിതംസ് നമ്മൾ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യുമായിരിക്കും ഈ ഒരു ലാബ് സെഷൻസിൽ. ഓക്കെ, സെക്കൻഡ് നമ്മുടെ ലാബ് വരുന്നത് MCSL 216 ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതം ആൻഡ് വെബ് ഡിസൈനിങ് ലാബില്. അതിൽ നമ്മൾ കവർ ചെയ്യുന്നത് HTMLന്റെ ബേസിക് തൊട്ട് ഒരു HTMLസിന്റെ ടാഗ്സ് ഒക്കെ യൂസ് ചെയ്തൊരു ഫോം ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഒരു വെബ് ഫോം ക്രിയേറ്റ് ചെയ്യുക, അതോടൊപ്പം അതിൽ CSS ആഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ അതുപോലെ ഡോം മെത്തേഡ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് കവർ ചെയ്യും, ഡോം പ്രോഗ്രാമിംഗ് ഇന്റർഫേസസ്, ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ലാബ് സെഷൻസിൽ നമ്മൾ കവർ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്, ജാവാസ്ക്രിപ്റ്റ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ജാവാസ്ക്രിപ്റ്റിന്റെ എറർ ഹാൻഡിലിങ്, ജാവാസ്ക്രിപ്റ്റിനെ പറ്റി നമുക്ക് ഇൻ ഡെപ്ത് പഠിക്കാനുണ്ട്. ജാവാസ്ക്രിപ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ്സസിനെ പറ്റിയിട്ട്, അതുപോലെ കുക്കീസിനെ പറ്റിയിട്ടുമൊക്കെ ഈ ഒരു ലാബ് സെഷൻസിൽ കവർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ MCS 217 സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ലാബ് ആണ്. ഇപ്പൊ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ലാബിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് സോഫ്റ്റ്വെയർ പ്രൊജക്ട് മാനേജ്മെന്റ് റിലേറ്റഡ്, അതുപോലെ ഫീസിബിലിറ്റി, സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ, ടെസ്റ്റിംഗ്, അങ്ങനെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് സ്റ്റെപ്സിന്റെ പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻസ് ആയിരിക്കും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ലാബിൽ കവർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് വരുന്നത് MCS 218 ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആണ്. അതിൽ ബ്ലോക്ക് 1 വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഡേറ്റ കമ്മ്യൂണിക്കേഷൻ. അതിൽ ഡേറ്റ കമ്മ്യൂണിക്കേഷന്റെ ഇന്റഗ്രൽ പാർട്ടാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ യൂണിറ്റ് 1 നമ്മൾ ഇന്റർനെറ്റിനെ പറ്റിയിട്ട് ഇൻട്രൊഡക്ഷൻ ടു ഇന്റർനെറ്റ് ആയിരിക്കും കവർ ചെയ്യുക. യൂണിറ്റ് 2 വരുമ്പോൾ ഡേറ്റ ട്രാൻസ്മിഷൻ ബേസിക്സ്, അതുപോലെ ട്രാൻസ്മിഷൻ മീഡിയ, അതായത് നമ്മളുടെ ഡേറ്റ ട്രാൻസ്മിഷന് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മീഡിയസിനെ പറ്റി നമ്മൾ അതിൽ പഠിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളുടെ വയേർഡ് മീഡിയം, അതുപോലെ വയർലെസ് മീഡിയം, അതിൽ വരുന്ന ഫർദർ ക്ലാസിഫിക്കേഷൻസ്, ഇതൊക്കെ ആ ഒരു യൂണിറ്റിൽ കവർ ചെയ്യും. യൂണിറ്റ് 3 വരുമ്പം ഡേറ്റ എൻകോഡിംഗ് ആൻഡ് മൾട്ടിപ്ലക്സിംഗ് ആയിരിക്കും കവർ ചെയ്യുക. യൂണിറ്റ് 4 മൾട്ടിപ്ലക്സിംഗ് ആൻഡ് സ്വിച്ചിങ് ആണ്. ഓക്കെ, ഇതെല്ലാം നെറ്റ്വർക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അത്രയും കാര്യങ്ങളായിരിക്കും ആ ഒരു ബ്ലോക്കിൽ കവർ ചെയ്യുക. ഓക്കെ, ഇനി ബ്ലോക്ക് 2 മുതൽ 4 വരെ നമുക്കറിയാം നമ്മളുടെ ഒരു എഫക്റ്റീവ് ആയിട്ടൊരു ഇന്റർനെറ്റ് വർക്കിങ്ങിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രോട്ടോകോൾസ്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ കറന്റ്ലി മെയിൻ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന TCP/IP പ്രോട്ടോകോൾ അല്ലെ. അപ്പം പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ തന്നെ ആ സെറ്റ് ഓഫ് റൂൾസ് ആണ്. അപ്പം ഡേറ്റ കമ്മ്യൂണിക്കേഷനിലും കമ്പ്യൂട്ടർ നെറ്റ്വർക്സിലും ആ പ്രോട്ടോകോൾസിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. അപ്പൊ TCP/IP പ്രോട്ടോകോൾ എന്ന് പറയുന്നത് തന്നെ ഒരു ലെയേർഡ് ആർക്കിടെക്ചർ ആണ്. അപ്പം ആ ഒരു 5 ലെയേർഡ് ആർക്കിടെക്ചറിലെ ഓരോ ലെയേഴ്സിനെ പറ്റി ഇൻ ഡെപ്ത് ആയിട്ട് നമുക്ക് ഇനിയുള്ള ബ്ലോക്കിൽ കവർ ചെയ്യും. ഓക്കെ, ബ്ലോക്ക് 2 അത് ഫസ്റ്റ് ലെയർ ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. ബ്ലോക്ക് 2 ഫസ്റ്റ് 2 ലെയേഴ്സ്, ബേസിൽ വരുന്ന 2 ലെയേഴ്സ് നമ്മൾ അതിൽ കവർ ചെയ്യുന്നുണ്ട്. മീഡിയം ആക്സസ് കൺട്രോൾ ആൻഡ് ഡേറ്റ ലിങ്ക് ലെയർ ആയിരിക്കും കവർ ചെയ്യുക. ഓക്കെ, യൂണിറ്റ് 1 ഡേറ്റ ലിങ്ക് ലെയറിന്റെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്. ഓക്കെ, അതുപോലെ യൂണിറ്റ് 2 നമ്മൾ കവർ ചെയ്യുന്നത് റീട്രാൻസ്മിഷൻ സ്ട്രാറ്റജീസ് ആണ്. യൂണിറ്റ് 3 വരുമ്പോൾ കണ്ടൻഷൻ ബേസ്ഡ് മീഡിയ ആക്സസ് പ്രോട്ടോകോളും, ബ്ലോക്ക് 4 വരുമ്പോൾ വയർലെസ് ലാൻ ആൻഡ് ഡേറ്റ ലിങ്ക് ലെയർ സ്വിച്ചിങ്. ഓക്കെ, അപ്പം ആ 2 ലെയേഴ്സിനെ പറ്റിയിട്ട് TCP/IP പ്രോട്ടോകോളിൽ വരുന്ന ആ 2 ലെയേഴ്സിനെ പറ്റി നമ്മൾ ഇൻ ഡെപ്തിൽ പഠിക്കും. ഓക്കെ,
ഇനി MCS 218 ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്സിന്റെ ബ്ലോക്ക് 3 ആണ്. ഓക്കെ, നെറ്റ്വർക്ക് ലെയർ ഇവിടെ വരുന്ന മൂന്നാമത്തെ ലെയർ ആയിട്ടുള്ള TCP/IP പ്രോട്ടോകോളിൽ വരുന്ന മൂന്നാമത്തെ ലെയർ ആയിട്ടുള്ള നെറ്റ്വർക്ക് ലെയറിനെ പറ്റിയിട്ടാണ് യൂണിറ്റ് 1 നമ്മൾ കവർ ചെയ്യുക. ഇൻട്രൊഡക്ഷൻ ടു ലെയർ ഫങ്ഷണാലിറ്റി ആൻഡ് ഡിസൈൻ ഇഷ്യൂസ്. യൂണിറ്റ് 2 റൗട്ടിംഗ് ആൽഗോരിതംസ് ആണ്. ഓക്കെ, നെറ്റ്വർക്കിൽ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് കറക്റ്റ് ആയിട്ട് ഡേറ്റ പാക്കറ്റ്സ് എത്തിക്കണമെങ്കിൽ അവിടെ റൗട്ടിംഗ് ആൽഗോരിതംസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ആ റൗട്ടിംഗ് ആൽഗോരിതംസിനെ പറ്റിയിട്ടായിരിക്കും യൂണിറ്റ് 2 കവർ ചെയ്യുക. യൂണിറ്റ് 3 കൺജഷൻ കൺട്രോൾ ആൽഗോരിതംസിനെ പറ്റി. യൂണിറ്റ് 4 വരുമ്പോൾ എമർജിംഗ് നെറ്റ്വർക്ക് ടെക്നോളജീസിനെ പറ്റിയിട്ടും ആയിരിക്കും കവർ ചെയ്യുക. ഓക്കെ, ഇനി ബ്ലോക്ക് 4 നമ്മളുടെ ലാസ്റ്റ് വരുന്ന 2 ലെയേഴ്സ്, ട്രാൻസ്പോർട്ട് ലെയർ, അപ്പർ ലെയേഴ്സ് ആണ്. ട്രാൻസ്പോർട്ട് ലെയറും അതുപോലെ ആപ്ലിക്കേഷൻ. അപ്പം ട്രാൻസ്പോർട്ട് ലെയറിന്റെയും ആപ്ലിക്കേഷൻ ലെയറിന്റെയും സർവീസസ് ആണ് ഇവിടെ പഠിക്കുന്നത്. യൂണിറ്റ് 1 ട്രാൻസ്പോർട്ട് സർവീസസ് ആൻഡ് മെക്കാനിക്സ്. യൂണിറ്റ് 2 നമ്മൾ പഠിക്കുന്ന TCP UDP പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്. യൂണിറ്റ് 3 നെറ്റ്വർക്ക് സെക്യൂരിറ്റി. യൂണിറ്റ് 4 നെറ്റ്വർക്ക് സെക്യൂരിറ്റിയുടെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അങ്ങനെ 4 ബ്ലോക്സ് ആയിരിക്കും നമ്മളുടെ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്സിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ MCS 219 ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് ആൻഡ് ഡിസൈനിങ്. അവിടെ നമ്മൾ ബ്ലോക്ക് 1 കവർ ചെയ്യുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് ആൻഡ് UML. ഓക്കെ, നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ UML എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു വിഷ്വൽ റെപ്രസെന്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് UML എന്ന് പറയുന്നത്. യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് എന്ന് പറയും. അതായത് ഒരു പ്രോസസ്സിനെ നമുക്ക് വിഷ്വലി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് UML ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ഒബ്ജക്റ്റ് ഓറിയന്റഡ് മോഡലിങ്ങിനെ പറ്റി പഠിക്കും. അതായത് നമ്മൾ ഇവിടെ ജാവയിലൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ ഇവിടെ എല്ലാത്തിനും നമ്മൾ ബേസ് ആയിട്ട് ഒബ്ജക്ട്സ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എൻറ്റിറ്റീസിനെ ഒക്കെ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള വിഷ്വൽ റെപ്രസെന്റേഷൻ ആയിരിക്കും നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് ആൻഡ് UML ഡിസൈനിൽ പഠിക്കുക. ഓക്കെ, എവറിത്തിങ് ഇസ് കൺസിഡേർഡ് ആസ് ആൻ ഒബ്ജക്റ്റ് എന്നുള്ളതാണ് ഈ ഒരു സബ്ജക്റ്റിന്റെ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പം ആ രീതിയിലുള്ള വിഷ്വൽ റെപ്രസെന്റേഷൻ ആയിരിക്കും ഇവിടെ നമ്മൾ കവർ ചെയ്യുക. യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ഒബ്ജക്റ്റ് ഓറിയന്റഡ് മോഡലിംഗ് ആണ്. യൂണിറ്റ് 2 സ്ട്രക്ചറൽ മോഡലിംഗ് യൂസിങ് UML ആണ്. ദെൻ യൂണിറ്റ് 3 ബിഹേവിയറൽ മോഡലിംഗ് യൂസിങ് UML. അതായത് UML തന്നെ നമ്മൾ വിഷ്വൽ റെപ്രസെന്റേഷന് പല മെത്തേഡ്സ് യൂസ് ചെയ്യും. ഒന്നുകിൽ സ്ട്രക്ചറൽ ആയിരിക്കും അല്ലെങ്കിൽ ബിഹേവിയർ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ആ ക്ലാസ്സുകളിൽ ഇൻഡെപ്ത് പഠിക്കും. ദെൻ യൂണിറ്റ് 4 അഡ്വാൻസ്ഡ് ബിഹേവിയറൽ മോഡൽ യൂസിങ് UML ആയിരിക്കും. ദെൻ യൂണിറ്റ് 5 വരുമ്പോൾ ആർക്കിടെക്ചറൽ മോഡലിംഗ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുക. ഇനി ബ്ലോക്ക് 2 വരുമ്പോൾ അവിടെ മോഡലിംഗ് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത് നമ്മൾ. യൂണിറ്റ് 6 വരുന്നത് ഒബ്ജക്റ്റ് മോഡലിംഗും യൂണിറ്റ് 7 വരുന്നത് ഡയനാമിക് മോഡലിംഗും ആണ്. യൂണിറ്റ് 8 കവർ ചെയ്യുക ഫങ്ഷണൽ മോഡലിംഗ് ആണ്. മോഡലിംഗ് തന്നെ പല ടൈപ്പ് ഉണ്ട്, ഒബ്ജക്റ്റ് ഓറിയന്റഡ്, ഡയനാമിക് ബേസ്ഡ്, ഫങ്ഷണൽ. അപ്പം അതിനെപ്പറ്റി ഓരോന്നിനെ പറ്റി ഇൻ ഡെപ്തിൽ നമ്മൾ ഓരോ യൂണിറ്റിൽ പഠിക്കും. ഓക്കെ, ഇനി യൂണിറ്റ് 3 വരുമ്പം ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡിസൈനിങ് ആണ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡിസൈനിങ്ങിൽ യൂണിറ്റ് 9 കവർ ചെയ്യുന്നത് ബേസിക്സ് ഓഫ് സിസ്റ്റം ഡിസൈനിങ്ങും യൂണിറ്റ് 10 ഒബ്ജക്റ്റ് ഡിസൈനിങ്ങുമാണ്. യൂണിറ്റ് 11 വരുമ്പോൾ അഡ്വാൻസ്ഡ് ഒബ്ജക്റ്റ് ഡിസൈനിങ്ങുമാണ് നമ്മൾ കവർ ചെയ്യുക. യൂണിറ്റ് 4 ഇംപ്ലിമെന്റേഷൻസ് ആണ്. അതായത് നമ്മൾ ഈ കഴിഞ്ഞ ബ്ലോക്കുകളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ആ വിഷ്വൽ റെപ്രസെന്റേഷൻ അതിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ് ഇനി വരുന്ന യൂണിറ്റ്സിൽ കവർ ചെയ്യുക. നമ്മൾ അതിൽ കുറെ ഡിസൈനിങ് ടെക്നിക്സ് പഠിക്കും. അത് വെച്ചിട്ട് ഇംപ്ലിമെന്റേഷൻ ആണ്, പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻസ് ആണ് ബ്ലോക്ക് 4 കവർ ചെയ്യുക. യൂണിറ്റ് 12 ഇംപ്ലിമെന്റേഷൻ സ്ട്രാറ്റജീസ് 1, യൂണിറ്റ് 13 ഇംപ്ലിമെന്റേഷൻ സ്ട്രാറ്റജീസ് 2, യൂണിറ്റ് 14 വരുമ്പോൾ ഒബ്ജക്ട് മാപ്പിംഗ് വിത്ത് ഡേറ്റാബേസസ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു കോഴ്സിൽ കവർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് 2 ലാബ് സെഷൻസും കൂടെ വരുന്നുണ്ട്. ഓക്കെ, അതിൽ MCS 220
ദാറ്റ് ഇസ് വെബ് ടെക്നോളജീസ് ആണ്. അവിടെ ഇൻ ഡെപ്തിൽ നമുക്കൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്ന ആ ഒരു ഇൻ ഡെപ്തിലുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ നമ്മൾ ജാവയിലാണ് J2EE ജാവ ടു എന്റർപ്രൈസ് എഡീഷനിലാണ് നമ്മൾ സോഫ്റ്റ്വെയർ വെബ് ടെക്നോളജീസ് ഇവിടെ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യാം. അതിൽ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു J2EE ആണ്. അതിന്റെ ആർക്കിടെക്ചർ, ഡിസൈൻ പാറ്റേൺ ഒക്കെ നമ്മൾ പഠിക്കും. പിന്നെ യൂണിറ്റ് 2 വരുമ്പോൾ ബേസിക്സ് ഓഫ് സർവ്ലെറ്റ് ആയിരിക്കും. സർവ്ലെറ്റ് എന്ന് പറയുന്നത് ഒരു സ്മോൾ ജാവ പ്രോഗ്രാം ആണ്. അപ്പം നമ്മളുടെ വെബ് സെർവറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സർവ്ലെറ്റ്സ് യൂസ് ചെയ്യും. അപ്പൊ സർവ്ലെറ്റ്സ് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. അപ്പം സർവ്ലെറ്റ്സിന്റെ ബേസിക്സ് നമ്മൾ ഇവിടെ കവർ ചെയ്യും. യൂണിറ്റ് 3 വരുമ്പോൾ സെഷൻ മാനേജ്മെന്റ്, അതുപോലെ ഡേറ്റാബേസ് കണക്ടിവിറ്റി, സർവ്ലെറ്റ്സിൽ ഡേറ്റാബേസ് കണക്ടിവിറ്റി നമ്മൾ ഇവിടെ പഠിക്കും. യൂണിറ്റ് 4 ജാവ സെർവർ പേജസ് ആയിരിക്കും കവർ ചെയ്യുക. ഇനി നമ്മൾ ബ്ലോക്ക് 2 വരുമ്പോൾ ഫ്രെയിം വർക്ക് ഫോർ J2EE, അതായത് നമ്മളുടെ ജാവ ടു എന്റർപ്രൈസ് എഡീഷനിൽ യൂസ് ചെയ്യുന്ന നമ്മൾ ആ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഫ്രെയിം വർക്ക്സുകൾ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഫ്രെയിം വർക്ക്സുകൾ, ഫോർ എക്സാമ്പിൾ സ്പ്രിങ്, ഹൈബർനേറ്റ്, സ്ട്രക്ട്സ്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ അതിൽ കവർ ചെയ്യുക. യൂണിറ്റ് 7 വരുമ്പോൾ സ്പ്രിങ്ങിന്റെ MVC കോൺസെപ്റ്റ് പഠിക്കും. മോഡൽ വ്യൂ കൺട്രോൾ കോൺസെപ്റ്റ് നമ്മൾ അവിടെ പഠിക്കും. ഓക്കെ, ദെൻ യൂണിറ്റ് 8 വരുമ്പം സ്പ്രിങ് MVC തന്നെ ബൂട്ട് സ്ട്രാപ്പ്, അതിന്റെ കൂടെ ബൂട്ട് സ്ട്രാപ്പും CSSഉം നമ്മൾ കവർ ചെയ്യും. ഓക്കെ, ദെൻ ബ്ലോക്ക് 3 സ്പ്രിംഗ് ബൂട്ട് ആൻഡ് ഹൈബർനേറ്റ് ആണ് പഠിക്കുക. അവിടെ യൂണിറ്റ് 9 ഇൻട്രൊഡക്ഷൻ ടു സ്പ്രിംഗ് ബൂട്ട്, ദെൻ യൂണിറ്റ് 10 കോൺഫിഗറേഷൻ ഓഫ് ഹൈബർനേറ്റ് പഠിക്കും. ദെൻ യൂണിറ്റ് 11 വരുമ്പോൾ കേർഡ് ആപ്ലിക്കേഷൻ യൂസിങ് സ്പ്രിംഗ് ബൂട്ട് ആൻഡ് ഹൈബർനേറ്റ്, അതായത് നമ്മളുടെ ഒരു സോഫ്റ്റ്വെയർ, ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ലാബ് സെഷൻസിൽ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ ബ്ലോക്ക് 4 വരുമ്പോൾ വെബ് സെക്യൂരിറ്റി ആണ്. അതിൽ യൂണിറ്റ് 12 സ്പ്രിംഗ് സെക്യൂരിറ്റി കോൺഫിഗറേഷനും, യൂണിറ്റ് 13 കസ്റ്റം ലോഗിൻ യൂസിങ് സെക്യൂരിറ്റി, യൂണിറ്റ് 14 റോൾ ബേസ്ഡ് ലോഗിനും ആയിരിക്കും. ഓക്കെ, അപ്പം J2EE നമുക്ക് അതിൽ സ്പ്രിംഗ്, ഹൈബർനേറ്റ് എന്നീ ഫ്രെയിം വർക്കുകളെ പറ്റിയിട്ടൊക്കെ ഇൻ ഡെപ്തിലുള്ള പോർഷൻസ് നമ്മൾ കവർ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് വരുന്ന അടുത്ത ലാബ് എന്ന് പറയുന്നത് MCS 221 ഡേറ്റ വെയർഹൗസിംഗ് ആൻഡ് ഡേറ്റ മൈനിങ് ആണ്. ഓക്കെ, ഡേറ്റ മൈനിങ്ങിന്റെ ലാബ് സെഷൻസ് വരുന്നുണ്ട്. ഇത് നമ്മുടെ തിയറി കോഴ്സ് ആണ്. തിയറി പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ബ്ലോക്ക് 1 ഡേറ്റ വെയർഹൗസിംഗ് ഫണ്ടമെന്റൽസ് ആൻഡ് ആർക്കിടെക്ചർ. നമുക്കറിയാം ഡേറ്റ വെയർഹൗസ് എന്ന് പറയുന്നത് നമുക്ക് പല പല റിസോഴ്സസിൽ നിന്ന് കിട്ടുന്ന ഡേറ്റയെ ഒരു സെൻട്രലൈസ്ഡ് യൂണിറ്റിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ട് അവിടെ സ്ട്രക്ചേർഡ് ആയിട്ടും സെമി സ്ട്രക്ചേർഡ് ആയിട്ടും ഡേറ്റ ഓർഗനൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഓരോരോ സമയത്ത് ആ ഒരു ഡേറ്റയിൽ നിന്ന് ഇൻഫർമേഷൻ ആക്കി മാറ്റിയിട്ട് അതിനെ നമ്മൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡേറ്റ വെയർഹൗസിംഗ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു കളക്ഷൻ ഓഫ് ഡേറ്റയിൽ നിന്ന് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മളുടെ പർപ്പസ് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് ആ കിട്ടിയിട്ടുള്ള ഡേറ്റയിൽ നിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള പാറ്റേൺസും റിലേഷൻസും ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റ മൈനിങ് യൂസ് ചെയ്യുന്നത്. അപ്പം ഡേറ്റ വെയർഹൗസിംഗും ഡേറ്റ മൈനിങ്ങും ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റുകളാണ്. അപ്പം നമുക്ക് ഇവിടെ ബ്ലോക്ക് 1 പഠിക്കാനുള്ളത് ഡേറ്റ വെയർഹൗസിംഗ് ഫണ്ടമെന്റൽസ് ആൻഡ് ഇറ്റ്സ് ആർക്കിടെക്ചർ ആണ്. അതിൽ യൂണിറ്റ് 1 കവർ ചെയ്യുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ഡേറ്റ വെയർഹൗസും, യൂണിറ്റ് 2 ഡേറ്റ വെയർഹൗസിന് ഒരു ആർക്കിടെക്ചർ ഉണ്ട്. ഓക്കെ, ആ ഒരു ആർക്കിടെക്ചർ എങ്ങനെയാണ് എന്നുള്ളതാണ് കവർ ചെയ്യുക. യൂണിറ്റ് 3 വരുമ്പോൾ ഡയമെൻഷണൽ മോഡലിംഗ് ആയിരിക്കും. ഓക്കെ, ബ്ലോക്ക് 2 നമ്മൾ കവർ ചെയ്യുന്നത് ETL, OLAP ആൻഡ് ട്രെൻഡ്സ് ആയിരിക്കും. യൂണിറ്റ് 4 എക്സ്ട്രാക്ട്, ട്രാൻസ്ഫോം ആൻഡ് ലോഡിംഗ് ആണ്. ഓക്കെ, നമുക്ക് ഇതെല്ലാം ഡേറ്റയെ ബേസ് ചെയ്തിട്ടുള്ള പല പല കോൺസെപ്റ്റ്സുകളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ദെൻ യൂണിറ്റ് 5 ഇൻട്രൊഡക്ഷൻ ടു ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിംഗ്, യൂണിറ്റ് 6 ട്രെൻഡ്സ് ഇൻ ഡേറ്റ വെയർഹൗസും ആയിരിക്കും കവർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മുടെ ബ്ലോക്ക് 3 വരുമ്പോൾ ഡേറ്റ മൈനിങ് ഫണ്ടമെന്റൽസ് ആൻഡ് ഫ്രീക്വന്റ് പാറ്റേൺ മൈനിങ് ആണ്. അതിൽ യൂണിറ്റ് 7
ഡേറ്റ മൈനിങ്ങിന്റെ ഇൻട്രൊഡക്ഷനും ദെൻ യൂണിറ്റ് 8 വരുമ്പോൾ ഡേറ്റ പ്രീ പ്രോസസ്സിംഗും ആയിരിക്കും കവർ ചെയ്യുക. യൂണിറ്റ് 9 മൈനിങ് ഫ്രീക്വന്റ് പാറ്റേൺ ആൻഡ് അസോസിയേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഡേറ്റ മൈനിങ്ങിൽ നിന്ന് നമ്മളുടെ ആ യൂസേഴ്സിന് ആവശ്യമായിട്ടുള്ള പാറ്റേൺസും റിലേഷൻസും ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റ മൈനിങ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. ബ്ലോക്ക് 4 ക്ലാസിഫിക്കേഷൻ, ക്ലസ്റ്ററിംഗ്, വെബ് മൈനിങ് ആയിരിക്കും പഠിക്കുക. യൂണിറ്റ് 10 ക്ലാസിഫിക്കേഷനും യൂണിറ്റ് 11 ക്ലസ്റ്ററിങ്ങും ദെൻ യൂണിറ്റ് 12 ടെസ്റ്റ് ആൻഡ് വെബ് മൈനിങ്ങും ആയിരിക്കും കവർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ലാബ് സെഷൻസിലേക്ക് പോകാം. അതിൽ ഫസ്റ്റ് വൺ MCSL 222 ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് ആൻഡ് ഡിസൈനിങ് ആൻഡ് അതുപോലെ വെബ് ടെക്നോളജി ലാബ് ആണ്. അതിൽ നമ്മൾ UML ഡയഗ്രാം, ഓക്കെ, വിഷ്വൽ റെപ്രസെന്റേഷന് വേണ്ടിയിട്ടുള്ള UML ഡയഗ്രാം പ്രാക്ടിക്കലി നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അവിടെ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് UML ഡയഗ്രാംസ് ആയിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് സെഷൻ 2. അതിന്റെ സെഷൻ 2 ഉണ്ട്. നമുക്ക് ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് ആൻഡ് ഡിസൈനിങ്ങിൽ 2 സെഷൻസ് ആയിട്ടാണ് വരുന്നത്. സെഷൻ 1 ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് ആൻഡ് ഡിസൈനിങ് വരുന്നത്. അതിലായിരിക്കും UML ആയിരിക്കും കവർ ചെയ്യുക. ഓക്കെ, വെബ് ടെക്നോളജിയിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ കവർ ചെയ്യുക നമ്മളുടെ വെബ് ടെക്നോളജിയെ പറ്റി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ അവിടെ യൂസ് ചെയ്തിട്ടുള്ള ഫ്രെയിം വർക്കുകൾ, നമ്മളുടെ സ്പ്രിങ്, ഹൈബർനേറ്റ്, അതുപോലെ തന്നെ MVC ആർക്കിടെക്ചർ, അത് ബേസ് ചെയ്തിട്ട് നമ്മൾ വെബ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും കവർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് ഡേറ്റ മൈനിങ്ങിന്റെ ലാബ് വരുന്നുണ്ട്. സെഷൻ 1 കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ലാബും സെഷൻ 2 ഡേറ്റ മൈനിങ്ങിന്റെ ലാബും ആയിരിക്കും കവർ ചെയ്യുക. ഓക്കെ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ലാബിൽ കവർ ചെയ്യുന്നത് ഓക്കെ, നമുക്ക് ഇവിടെ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ എടുത്തിട്ടായിരിക്കും നമ്മൾ. മാം, ഞാൻ ഓഡിബിൾ അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ലാബില് NS3 എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുക. ഓക്കെ, NS3 കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ലാബ് ചെയ്യുക. അപ്പം അതിന്റെ ഇൻസ്റ്റലേഷനും അതുപോലെ തന്നെ അതിൽ നമുക്കൊരു നമ്മളുടെ ലാബ് മാനുവലിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ NS3 അതിലായിരിക്കും വർക്ക് ചെയ്യുക. ഓക്കെ, ദെൻ സെഷൻ 2 വരുമ്പം ഡേറ്റ മൈനിങ് ലാബാണ്. നമ്മുടെ ഡേറ്റ മൈനിങ് ലാബിൽ നമ്മൾ അവിടെ മെഷീൻ ലേണിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ട് എഫക്റ്റീവായിട്ട് നമ്മൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റയെ ബേസ് ചെയ്തിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള പാറ്റേൺസും റിലേഷൻസും ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ് ആയിരിക്കും ഡേറ്റ മൈനിങ് ലാബിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വെക്ക എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ. അപ്പം അതിന്റെ ആ ഒരു സോഫ്റ്റ്വെയർ വെക്ക നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ ഒരു വെക്കയിലായിരിക്കും നമ്മൾ പ്രോസസ്സുകൾ കണ്ടിന്യൂ ചെയ്ത് പോകും. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഡേറ്റ മൈനിങ് ലാബില് ഡേറ്റ പ്രോസസ്സിംഗ് വരും. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പല റൂൾസ് ഉണ്ട്. അസോസിയേഷൻ റൂൾ പോലുള്ള റൂൾസ് ഉണ്ട്, ക്ലാസിഫിക്കേഷൻ, ക്ലസ്റ്ററിങ്, പ്രാക്ടിക്കൽ സെഷൻസിൽ ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിന്റെ ഡിഫറെന്റ് ആപ്ലിക്കേഷൻസും ആയിരിക്കും കവർ ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മളുടെ ആ ഒരു ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഇൻ ഡെപ്തിൽ പഠിക്കുന്ന ഈ പോർഷൻസിലൂടെ ഒക്കെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. ഇത്രയും പോർഷൻസിൽ കവർ ചെയ്തായിരിക്കും നമ്മൾ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് കോഴ്സ് കംപ്ലീഷനെ പറ്റിയിട്ടാണ് ഡിസ്കഷൻ വരുന്നത്. കോഴ്സ് കംപ്ലീഷനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അനുഷ മാമിനെ ഇൻവൈറ്റ് ചെയ്യാം. ഓക്കെ, ഓവർ ടു യു മാം. അപ്പൊ നിങ്ങൾ ഇപ്പം നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സിലബസിന്റെ സെഷൻസ് ഒക്കെ കണ്ടു. ഓക്കെ, ഏതൊക്കെ പേപ്പേഴ്സ് ആണ് ഫസ്റ്റ് ഇയർ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു കോഴ്സിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എല്ലാ മെന്റേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അസൈൻമെന്റ്സ് ഉണ്ട്, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതിൽ ഈ കോഴ്സ് കംപ്ലീഷന് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൽ ഫസ്റ്റ് സ്ലൈഡിൽ പറയുന്നത് ദാറ്റ് ഇസ് അസൈൻമെന്റ്സ് ആണ്. അപ്പം ഇതിൽ നമുക്ക് ഓരോ കോഴ്സിലും ദാറ്റ് ഇസ് ഓരോ കോഴ്സിനും ഓരോ അസൈൻമെന്റ്, ദാറ്റ് ഇസ് നമുക്കിപ്പോൾ എത്ര സബ്ജക്ട് ഉണ്ടോ ആ സബ്ജക്റ്റിനൊക്കെ നമ്മൾ ഓരോരോ അസൈൻമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. സോ അതിന്റെ ഒരു ഡ്യൂ ഡേറ്റ്, ഇഗ്നോ ഒരു ഡ്യൂ ഡേറ്റ് പറയുന്നുണ്ട്. സോ ആ ഡ്യൂ ഡേറ്റിന് മുന്നേ ആയിട്ട് നമ്മളത് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, യൂഷ്വലി ഡ്യൂ ഡേറ്റ്സ് വരുന്നത് ഇപ്പം ജാനുവരി, സെപ്റ്റംബർ, ഒക്ടോബർ ഒക്കെ ആയിട്ടാണ് കൂടുതലായിട്ടും ജാനുവരി ബാച്ചിലുള്ളവർക്ക് അതിന്റെ ഡ്യൂ ഡേറ്റും കാര്യങ്ങളൊക്കെ വരിക.
ഇനി അസൈൻമെന്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ നമ്മളൊരു ഡിസ്ക്രിപ്റ്റീവ് കാറ്റഗറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ അതിന് ആൻസേഴ്സ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമുക്ക് എഴുതാനുണ്ടാവും, അതേപോലെ ഷോർട്ട് കാറ്റഗറി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആയിരിക്കും മെയിൻ ആയിട്ട് അസൈൻമെന്റ്സിൽ ഉണ്ടാവുന്നത്. ഇനി അസൈൻമെന്റ്സ് പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഹാൻഡ് റിട്ടൺ ആയിട്ടായിരിക്കണം എഴുതേണ്ടത്. സോ ഹാൻഡ് റിട്ടൺ ഫോമിൽ നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ഇഗ്നോ സ്റ്റഡി സെന്ററിൽ ഡ്യൂ ഡേറ്റിന് മുന്നേ ആയിട്ട് നമ്മൾ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ എപ്പോഴും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഓഫ് സബ്മിഷൻ തരും. നമ്മൾ സബ്മിറ്റ് ചെയ്ത അസൈൻമെന്റിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി, അത് കോപ്പി എടുത്തിട്ട് അങ്ങനെ എന്തെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിൽ വെക്കാം, ഒരു ഫ്യൂച്ചർ റെഫറൻസിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ഫ്യൂച്ചർ റെക്കോർഡ് നമ്മൾ വെച്ചു എന്നുള്ളതിന്റെ പ്രൂഫിനൊക്കെ വേണ്ടി, റെക്കോർഡിന് വേണ്ടി നമുക്ക് വെക്കാം. അതേപോലെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റഡി സെന്റർ കോർഡിനേറ്ററുടെ കയ്യിൽ നിന്ന് എപ്പോഴും അതിനൊരു അക്നോളജ്മെന്റ് റെസിപ്റ്റ് നമ്മൾ എപ്പോഴും കൈപ്പറ്റണം. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു അക്നോളജ്മെന്റ് റെസിപ്റ്റ് ഫ്രം ദി സ്റ്റഡി സെന്റർ കോർഡിനേറ്ററുടെ കയ്യിൽ നിന്ന് നമ്മൾ എപ്പോഴും വാങ്ങണം. അത് എപ്പോഴും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ ഇവാലുവേറ്റ് ചെയ്ത അസൈൻമെന്റ്സ് നമുക്ക് വേണമെങ്കിൽ തിരിച്ചു കിട്ടും. ദാറ്റ് ഇസ് നമുക്കത് ഈ ഒരു അക്കാഡമിക് കൗൺസിലർ ഓഫ് ഇഗ്നോ സ്റ്റഡി സെന്റർ അവരാണ് നമ്മുടെ അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുന്നത്. സോ അതെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വിത്ത് മാർക്കും അതിന്റെ കമന്റ്സോട് കൂടി നമുക്ക് അസൈൻമെന്റ്സ് ഒക്കെ തിരിച്ച് നമുക്ക് വാങ്ങാം. ഒരു സബ്മിഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു വിത്തിൻ 1 month ഒക്കെ ആയിരിക്കും അത് വരുന്നത്. ഇനി ഈ അസൈൻമെന്റ്സിൽ ഈ കറക്റ്റ് ചെയ്ത അസൈൻമെന്റ്സിനെയാണ് നമ്മൾ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ് TMA എന്ന രീതിയിൽ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദാറ്റ് അസൈൻമെന്റിനും നിങ്ങൾ മിനിമം പാസ് പെർസെന്റേജ് ഉണ്ട്, അല്ലെങ്കിൽ അസൈൻമെന്റ് നമ്മൾ സെപ്പറേറ്റ് പാസ് ആവണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. സോ എപ്പോഴും നമ്മൾ അസൈൻമെന്റിന് 40% ആൻഡ് എബോവ് ആയിരിക്കണം നമുക്ക് മാർക്ക് എന്ന് പറയുന്നത്. സോ മിനിമം ദാറ്റ് നമ്മൾ 40% എങ്കിലും വാങ്ങിയിരിക്കണം അസൈൻമെന്റിന്, എങ്കിൽ മാത്രമേ നമുക്ക് റിട്ടൺ എക്സാം, അതായത് നമ്മുടെ TEE ടേം എൻഡ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. സോ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിന് മിനിമം 40% എങ്കിലും വാങ്ങണം, 40% ഓർ എബോവ് വാങ്ങിയാൽ മാത്രമേ നമുക്ക് ആ എക്സാം, ദാറ്റ് ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ എക്സാം നമുക്ക് അപ്പിയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി നമ്മൾ ഇപ്പം സപ്പോസ് ഇൻ കേസ് നമ്മൾ ആ ഒരു അസൈൻമെന്റ് പാസ് ആയില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം, വീണ്ടും പുതിയതായിട്ട് ഫ്രഷ് അസൈൻമെന്റ്സ് വരുന്ന സമയത്ത് അത് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് വീണ്ടും എഴുതിയിട്ട് നമ്മൾ പുതിയതായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഒരു സ്പെസിഫൈഡ് ഡ്യൂ ഡേറ്റ് പറയും. സോ ആ ഡേറ്റിന് ആ ടൈമിൽ നമ്മൾ വീണ്ടും റീസബ്മിറ്റ് ചെയ്യണം. സോ ഇനി നമുക്ക് TEE, അതായത് നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻസിന്റെ കാര്യം നോക്കാം. സോ TEE അല്ലെങ്കിൽ ടേം ആൻഡ് എക്സാമിനേഷൻസ് പറയുന്നത് യൂഷ്വലി ജൂൺ ആൻഡ് ഡിസംബറിലാണ് എല്ലാ വർഷവും നടക്കുന്നത്. ആൻഡ് ഇതിൽ നമ്മളിപ്പം ഒരു സക്സസ്ഫുള്ളി നമ്മളൊരു 1 year കോഴ്സ് വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അസൈൻമെന്റ്സിന്റെ ഒക്കെ ഗ്രേഡും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ, വി ആർ എലിജിബിൾ ഫോർ ദി എക്സാം. ഓക്കെ, നമ്മൾ ആ ഒരു നമ്മൾ റിട്ടേൺ എക്സാമിന് എലിജിബിൾ ആണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള എക്സാം ഫോമും കാര്യങ്ങളൊക്കെ ഓൺലൈൻ ഉണ്ടാവും. സോ നമുക്ക് അത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി ഈ ഫോംസ് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ അതിന് ഒരു ലാസ്റ്റ് ഡേറ്റ്, ഒരു സ്പെസിഫൈഡ് ഡേറ്റ് പറയും. സോ ആ ഡേറ്റിന് മുന്നേ നമ്മൾ ആ ഓൺലൈൻ ഫോമെല്ലാം ഫില്ല് ചെയ്ത് നമ്മളെല്ലാം കറക്റ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണം. ആൻഡ് അപ്രോക്സിമേറ്റ്ലി ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളും വരുന്നത് ജൂണിലെ എക്സാമിനാണെങ്കിൽ 31st മാർച്ചിലായിരിക്കും കൂടുതലും അതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരിക. ഡിസംബറിലെ എക്സാമിനാണെങ്കിൽ സെപ്റ്റംബർ 30th, സെപ്റ്റംബർ ലാസ്റ്റോട് കൂടിയാണ് ആ ലാസ്റ്റ് ഡേറ്റ് ഡ്യൂ ഡേറ്റ് ആവുന്നത്. ഇനി നമുക്ക് ഈ TEയിൽ നമുക്ക് മെയിൻ ആയിട്ട് തിയറി പേപ്പർ വരുന്നുണ്ട്, അതായത് എക്സാം വരും. അതേപോലെ പ്രാക്ടിക്കൽസും നടക്കാറുണ്ട്. ഓക്കെ, ആൻഡ് നമുക്ക് ഈ പ്രാക്ടിക്കലിനും അതേപോലെ പ്രോജക്റ്റിനും ഒക്കെ നമുക്ക് അതായത് വൈവ ഉണ്ടാവാറുണ്ട്. ഇനി നമ്മൾ ഈ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ലാബ് എക്സാമിനൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളായിട്ട് തന്നെ നമ്മൾ ഇൻഡിവിജ്വലി നമ്മൾ പോകണം ലാബ് എക്സാമിന്. നിങ്ങളുടെ സ്റ്റഡി സെന്ററിലായിരിക്കും ലാബ് എക്സാം ഒക്കെ ഉണ്ടാവുക. യൂഷ്വലി നമ്മൾ റിട്ടൺ എക്സാം കഴിഞ്ഞിട്ട് ഒരു 2 weeks ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ലാബ് എക്സാം കണ്ടക്ട് ചെയ്യാം. സോ അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അവർ അറിയിക്കും. സോ ആ ടൈമിൽ നമ്മൾ ഇൻഡിവിജ്വലി പോയിട്ട് ലാബ് എക്സാമിന് അപ്പിയർ ചെയ്യാണ് ചെയ്യേണ്ടത്. ഇനി മിനിമം പാസ് മാർക്ക് അല്ലെങ്കിൽ മിനിമം പെർസെൻറ്റേജ് എന്ന് പറയുന്നത് TEക്ക് നമ്മൾ മിനിമം 40% വാങ്ങണം. ഓരോ പേപ്പറിനും മിനിമം 40% എങ്കിലും മാർക്ക് നമ്മൾ വാങ്ങിയിരിക്കണം. ആൻഡ് നമ്മൾ ലെസ് ദാൻ 40% ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ വീണ്ടും അടുത്ത വർഷം ആ പേപ്പർ നമ്മൾ വീണ്ടും അപ്പിയർ ചെയ്തിട്ട് നമ്മൾ ആ ഒരു മിനിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. ഇത് ശരിക്കും നമുക്ക് ഒരു ടോട്ടൽ ഡ്യൂറേഷൻ 5 years ഓഫ് പ്രോഗ്രാമാണ് നമ്മുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഉള്ളിൽ നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റും.
സോ ഇനി നമ്മുടെ ഒരു ഫൈനൽ റിസൾട്ട്, അതായത് തിയറി കോഴ്സസിന് എടുക്കുന്ന ഒരു ഫൈനൽ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സോ ഇതിൽ നമ്മൾ പറഞ്ഞു രണ്ടിനും അസൈൻമെന്റും അതേപോലെ ടീം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മിനിമം പാസ് മാർക്ക് വാങ്ങിയിട്ട് പാസ്സാവണം അല്ലെ. ഇനി അതിൽ നിന്ന് ഇപ്പോൾ ദാറ്റ് അസൈൻമെന്റിൽ നിന്ന് നമ്മുടെ 30% തന്നെ കൺവേർട്ട് ചെയ്യും. ആൻഡ് റിട്ടൺ എക്സാമിന് 70% കൺവേർട്ട് ചെയ്തിട്ട് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള സ്കോറിലേക്ക് എത്തുന്നത്. അതായത് അസൈൻമെന്റിന്റെ 30% കൺവേർട്ട് ചെയ്തിട്ടും നമ്മുടെ റിട്ടൺ എക്സാമിനെ 70% കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു സ്കോർ ആയിരിക്കും നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഒരു റിസൾട്ട്, ആ ഒരു പേപ്പറിന്റെ റിസൾട്ട് ആയിട്ട് വരുന്നത്. സോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഇവാലുവേഷനും കാര്യങ്ങളും വരുന്നത്. അപ്പൊ നമ്മൾ അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ഹാൻഡ് റിട്ടൺ ആയിട്ട് സബ്മിറ്റ് ചെയ്യണം. ഡ്യൂ ഡേറ്റ് കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ അസൈൻമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ. സോ ഇത്രയാണ് നമ്മുടെ കോഴ്സ്, അതായത് ഈ ഒരു നമ്മുടെ കോഴ്സ് കംപ്ലീഷനിലും കാര്യങ്ങളിലൊക്കെ വരുന്നത്. ഇനി നമുക്കിത് ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ ടൈം ടേബിളിലേക്ക് നോക്കാം. അടുത്ത ടൈം ടേബിൾ വരുന്നുണ്ട്. അപ്പം സോ ഓവർ ടു യു മാം, അർച്ചന മാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മളുടെ ടൈം ടേബിൾ ആണ് ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് ഫെബ്രുവരി 3, അതായത് ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മളുടെ ടൈം ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം നമ്മളുടെ ടൈം ടേബിൾ തന്നിട്ടുള്ളത് 2 സെഷൻസ് ആയിട്ടാണ്. ഒരു മോർണിംഗ് സെഷനും അലോട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഈവനിങ് സെഷൻ. ഈ സെഷൻസ് ഇങ്ങനെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒരു റഫറൻസിന് വേണ്ടിയിട്ടാണ്. നമ്മളുടെ അതാത് പർട്ടിക്കുലർ ഡേയിൽ നമ്മളുടെ ടൈം അവൈലബിലിറ്റി ബേസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ടൈം നമുക്ക് അലോട്ട് ചെയ്തിട്ട് ഈ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഡേയിൽ നമ്മളോട് പറഞ്ഞേക്കുന്നത് ലെസൺ ടൈം എന്ന് പറയുന്നത് 10:30 AM ആണ്. അതിൽ നമുക്ക് പ്രൊഫഷണൽ സ്കിൽസ് ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഇൻട്രൊഡക്ടറി വീഡിയോ കാണാനാണ്. അത് ആ വീഡിയോയും കണ്ടിട്ട് അതിന്റെ മെറ്റീരിയൽസ് കൂടെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം അതിനുള്ള ടൈമാണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് സെക്കൻഡ് സെഷൻ ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് 7:30 PM അവിടെ നമുക്ക് പ്രൊഫഷണൽ സ്കിൽസ് ആൻഡ് എത്തിക്സിന്റെ തന്നെ അടുത്ത പാർട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ആ ഒരു രീതിയിലാണ് നമ്മുടെ എൻറ്റയർ ടൈം ടേബിൾ പോകുന്നത്. ടൈം ടേബിൾ നമുക്കിവിടെ എൻഡ് ആവുന്നത് April 13 ഓക്കെ, അതുവരെ ഇതിന്റെ ഇടയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഓരോരോ പോർഷൻസ് കവർ ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിവിടെ റിവിഷൻ സെഷൻസിന്റെ ടൈം ഇവിടെ അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം റിവിഷൻ സെഷൻസ് ഓരോ സബ്ജക്റ്റിന്റെ ഓരോ ബ്ലോക്ക് കഴിയുന്നതിനനുസരിച്ചായിരിക്കും റിവിഷൻ സെഷൻസ് വരിക. അപ്പം നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, റിവിഷൻ സെഷന് അറ്റൻഡ് ചെയ്യാൻ വരുന്നതിന് മുന്നേ ആയിട്ട് ആ ഒരു ബ്ലോക്ക് നമുക്ക് അലോട്ട് ചെയ്ത് തന്നിട്ടുള്ള ആ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കണ്ടു, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള കണ്ടന്റ് നമ്മൾ കംപ്ലീറ്റ്ലി ഗ്രാസ്പ് ചെയ്തു എന്നുള്ള ഒരു കാര്യം ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം നമ്മൾ ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യാനുള്ളത്. ഓക്കെ, കാരണം നമുക്ക് ലൈവ് സെഷൻസിൽ ഒരു റിവിഷൻ ആണ് വരുന്നത്. അപ്പം അത്രയും കണ്ടന്റ് റെഫർ ചെയ്തുകൊണ്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സെഷൻ ഹെൽപ്ഫുൾ ആവത്തുള്ളൂ. അപ്പോൾ ആ ഒരു സെഷനിൽ നമ്മുടെ ഡൗട്ട്സും ഒക്കെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ April 7 എന്നാണ് ലൈവ് പറഞ്ഞിട്ടുള്ളത്. അപ്പം കറക്റ്റ് ആ ഡേറ്റ് ആവണമെന്നില്ല, എന്തായാലും April 7 തൊട്ട് നമുക്ക് ലൈവ് സെഷൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം ആ ഒരു രീതിയിലായിരിക്കും നമ്മളുടെ എൻറ്റയർ സിലബസ് കവർ ചെയ്യുന്നത്. അപ്പം April 13 വരെയാണ് ഈ ഒരു ടൈം ടേബിൾ. അതിൽ നമുക്ക് ഒരു സബ്ജക്റ്റും കൂടെ ആഡ് ഓൺ ചെയ്യാനുണ്ട്. അപ്പം അതിന്റെ ടൈം ടേബിൾ ഇത് തീരുന്നതിന് മുന്നേ ആയിട്ടുള്ള ടൈമിലേക്ക് അലോട്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ടൈം ടേബിൾ നോക്കി സിലബസിനെ പറ്റിയിട്ട് ഇൻഡെപ്തിൽ നോക്കി ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, നമ്മൾ ടൈം ടേബിൾ ബേസ് ചെയ്തിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുക. അതോടൊപ്പം നമ്മൾ വിട്ടുപോവാതെ വളരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. നമുക്കറിയാം, ഫസ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് നോക്കിയ റെക്കോർഡഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതോടൊപ്പം വാല്യൂ ആഡഡ് നോട്ട്സ് നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ഉള്ള വാല്യൂ ആഡഡ് നോട്ട്സ് അല്ലെങ്കിൽ ഹെൽപ്പ് ബുക്ക് നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. ഓരോ പോർഷൻസ് കവർ ചെയ്യുന്നതിന് അനുസരിച്ച് അതും കൂടെ കവർ ചെയ്ത് പോവാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വരുന്നത് എക്സാംപീഡിയ, അതുപോലെ എക്സാം സ്പെഷ്യൽ ഗൈഡ് ബുക്കും ആപ്പിൽ അവൈലബിൾ ആണ്. അതും റെഫർ ചെയ്തിട്ട് വേണം നമ്മുടെ ഓരോ പോർഷൻസ് കവർ ചെയ്യുന്നതിനനുസരിച്ച് ഇതിനു മുന്നേ യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് അതും കൂടെ കവർ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒത്തിരി നമുക്ക് എക്സാംസിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പം എക്സാംപീഡിയ അതുപോലെ എക്സാം സ്പെഷ്യൽ ഗൈഡ് ബുക്ക് റെഫർ ചെയ്ത് പഠിക്കുക. ദെൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക്. അത് ഉടനെ തന്നെ ആപ്പിൽ പബ്ലിഷ് ആവുന്നതാണ്. നമ്മുടെ സിലബസ് വന്നിട്ടുണ്ട് അസൈൻമെന്റിന്റെ.
ഇപ്പം ഉടനെ തന്നെ വരുന്ന ആഴ്ചകളിൽ നമുക്ക് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്കും ആപ്പിൽ അവൈലബിൾ ആകും. അപ്പം അസൈൻമെന്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് ഗൈഡ് ബുക്ക് അവിടെ അവൈലബിൾ ആണെങ്കിലും ടെക്സ്റ്റ് റെഫർ ചെയ്ത് മാക്സിമം നമ്മൾ പോയിന്റ് ആഡ് ഓൺ ചെയ്ത് വേണം അസൈൻമെന്റ്സ് എഴുതാൻ വേണ്ടിയിട്ട്. ബിക്കോസ് നമുക്ക് ഈ അസൈൻമെന്റിന് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഏകദേശം നമ്മൾ ഈ അസൈൻമെന്റ് എഴുതുമ്പോൾ തന്നെ അതാത് പോർഷൻസും കൂടെ കവർ ചെയ്ത് പോവുകയാണ്. എക്സാംസിന് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ പ്രതീക്ഷിക്കാം. അപ്പം അസൈൻമെന്റ്സിൽ നമ്മൾ അത്രയും എഫക്റ്റീവ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ, അതായത് പല പല റിസോഴ്സസ് യൂസ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അത്രയും കൂടെ ഹെൽപ്പ് ആകും. അത്രയും കോൺസെപ്റ്റും കണ്ടന്റും നമുക്ക് ഗ്രാസ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം അസൈൻമെന്റ് എഴുതുമ്പം ആ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഓക്കെ. പിന്നെ നമുക്ക് വരുന്നത് മോർ ടൂൾസ് ആൻഡ് സപ്പോർട്ട്സ് നോക്കുവാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് വരും. അത് നമ്മുടെ എക്സാം അടുക്കുന്ന ആ ഒരു ടൈമിലായിരിക്കും. ഓൾമോസ്റ്റ് ഒരു പാസ്റ്റ് 5 ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ടെക്നിക്സ്, അതായത് മോഡേൺ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് ഏരിയാസ് അനലൈസ് ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആയിരിക്കും. അതിൽ നമുക്കൊരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ ലേൺ വൈസ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ബേസ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ഇഗ്നോ മോഡൽ എക്സാം. അതായത് നമ്മളിപ്പം ഇഗ്നോയിൽ ഫസ്റ്റ് സെമ്മിലേക്ക് ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്നു. അപ്പം ആ ഒരു എക്സാം എഴുതാൻ പോകുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് ആ ഒരു എക്സാം എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതൊരു 3 അവേഴ്സ് എക്സാം തന്നെയായിരിക്കും. നമ്മൾ സൂം മീറ്റിൽ കൂടെ കണ്ടക്ട് ചെയ്യുന്ന 3 അവർ എക്സാം, യൂണിവേഴ്സിറ്റിയുടെ അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ആയിരിക്കും. അപ്പൊ മാക്സിമം ആ മോഡൽ എക്സാംസ് ഒക്കെ എഴുതി കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ മോഡൽ എക്സാംസ് എഴുതുക. പിന്നെ നമുക്ക് എക്സാം ഒക്കെ അടുക്കുമ്പോഴത്തേക്ക് എക്സാം രജിസ്ട്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രോബ്ലംസ് വരുവാണെങ്കിൽ നമുക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് എക്സാം ഹെൽപ്പ് ഡെസ്ക് ലേൺ വൈസിൽ അവൈലബിൾ ആവും. അപ്പം ആ ഒരു റിസോഴ്സസ് ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ നമ്മുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഡ് ഓൺ കോഴ്സ് ആണ് EEP, ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. അതിന്റെ അടുത്ത സെഷൻ ഉടനെ സ്റ്റാർട്ട് ചെയ്യും. ആ സെഷൻസിൽ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് വരുന്നത് കോ കരിക്കുലർ ഈവെന്റ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ഓണം സെലിബ്രേഷൻ, ക്രിസ്മസ്, ഗാന്ധി ജയന്തി, ഇങ്ങനെയുള്ള സെലിബ്രേഷൻസ് ഒക്കെ വെർച്വലി കണ്ടക്ട് ചെയ്യും. മാക്സിമം ഈ സെഷൻസിലൊക്കെ അറ്റൻഡ് ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെ നമുക്ക് അപ്സ്കില്ലിംഗ്, കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് ലേൺ വൈസിൽ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ. അപ്പം ഈ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എല്ലാം യൂട്ടിലൈസ് ചെയ്ത് ഇന്ന് തൊട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ പഠിക്കാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഓക്കെ. അപ്പം ഇനി നമുക്ക് ഉള്ളതൊരു Q&A സെഷൻ ആണ്. എന്തെങ്കിലും ഡൗട്ട്സ്, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. മാം, ഇപ്പൊ പറഞ്ഞതിൽ ഡൗട്ട് ഒന്നുമില്ല. പക്ഷെ എന്നാലും എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് എന്താ വെച്ചാല്, ആ ഇപ്പൊ മിനി പ്രോജക്ട്, മെയിൻ പ്രോജക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു MCAക്ക് ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴില്. ആ അതുപോലെയുള്ള പ്രോജക്റ്റുകൾ വരുന്നുണ്ടോ ലാബിന് നമുക്ക് പുറമെ? ഒരു പ്രോജക്റ്റ് ആണ് വരുന്നത്. 12 ക്രെഡിറ്റിൽ 1 പ്രോജക്റ്റ് ആണ് വരുന്നത്. അത് നമ്മൾ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു റിസർച്ച് ഓർഗനൈസേഷനിൽ പോയിട്ട് ഒരു MCA ലെവലിൽ തന്നെയുള്ള, അതായത് ഒത്തിരി സിമ്പിൾ ആയി പോകാൻ പാടില്ല, എന്നാൽ ഒരു നമ്മൾ പല പല ടെക്നിക്സ്, ഡിസൈനിങ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഒരു നല്ല രീതിയിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ലാസ്റ്റ് സെമ്മിൽ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതെ, അല്ല അത് മെയിൻ പ്രോജക്റ്റ് ആയിട്ട് അത് മെയിൻ പ്രോജക്റ്റ്. അതെ, 12 ക്രെഡിറ്റ്സിന് നമുക്ക് വരുന്ന മിനി പ്രോജക്ട്സ് ഇല്ല. ഓക്കെ, പിന്നെ പ്രാക്ടിക്കൽസ് ആണുള്ളത്. ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അപ്പം ഈ സെഷൻ കഴിയുമ്പോൾ ടൈം ടേബിൾ ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പം അത് ബേസ് ചെയ്തിട്ട് പഠിച്ചു തുടങ്ങാനായിട്ട് പറ്റും. ഓക്കെ. അപ്പം പഠിക്കുന്നതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ജസ്റ്റ് വീഡിയോ ലെക്ചേഴ്സ് മാത്രം കണ്ടാൽ പോരാ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഓരോ റിസോഴ്സും കൂടെ റെഫർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. കഴിഞ്ഞ 2 സെഷൻസിൽ നമുക്ക് ആക്ഷൻ ടാസ്ക് ഉണ്ടായിരുന്നു. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് ഒരു 2 ആക്ഷൻ ടാസ്കുകളാണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, നമ്മളിപ്പം സിലബസിനെ പറ്റിയിട്ട് എൻറ്റയർ ഒരു ഓവർവ്യൂ നമുക്ക് കിട്ടി. അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 13 സബ്ജക്റ്റുകളാണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്
നമ്മളുടെ ഇത്രയും സബ്ജക്റ്റുകളിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് ആ ഒരു സബ്ജക്റ്റിനെ ഒരു പ്രോഡക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ആ ഒരു സബ്ജക്റ്റിനെ പ്രോഡക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിനെ നമ്മൾ എങ്ങനെ പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, ആ സബ്ജക്റ്റ് അങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ലോഗൻസ് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ടാഗ് ലൈൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ, അല്ലെങ്കിൽ ഒരു വോയിസ് നോട്ട് ആയിരിക്കാം. അപ്പം അത് എങ്ങനെ നമ്മൾ അതിനെ ഒരു മോഡൽ അല്ലെങ്കിൽ ഒരു നമ്മളുടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യും. അപ്പം അതാണ് ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇത്രയും സബ്ജക്ട്സിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുക്കുക, അതിനെ നമ്മളൊരു പ്രോഡക്റ്റ് ആയിട്ട് കാണുക, അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലോഗൻസ് അല്ലെങ്കിൽ ടാഗ് ലൈൻ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. സെക്കൻഡ് വരുന്നത്, സപ്പോസ് യു ആർ എ ടീച്ചർ ആൻഡ് ഇഫ് യു ആർ ഗിവ് ദ ഓപ്ഷൻ ടു ടീച്ച് എനി ഓഫ് ദ ഫസ്റ്റ് ഇയർ കോഴ്സ്, വിച്ച് കോഴ്സ് വുഡ് യു ലൈക്ക് ടു ടീച്ച് ആൻഡ് വൈ? അപ്പൊ നമ്മൾ ഇത്രയും ഫസ്റ്റ് ഇയറിൽ ഇത്രയും 13 കോഴ്സിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തു. ഇതിൽ നിങ്ങൾക്ക് ഒരു ടീച്ചർ ആണെങ്കിൽ ഇതിലേതൊരു കോഴ്സ് ആയിരിക്കും ചൂസ് ചെയ്യുക? അപ്പം ആ കോഴ്സ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടാണ് സെക്കൻഡ് ടാസ്ക് വരുന്നത്. ഓക്കെ, അപ്പം ഈ ടാസ്കുകൾ ചെയ്തിട്ട് മെന്ററിന് അയച്ചു കൊടുക്കുക. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ടാസ്ക് ക്ലിയർ ആണോ? യെസ് മാം, ക്ലിയർ ആണ്. ഓക്കെ, സോ താങ്ക് യു ഫോർ ജോയിനിങ്. താങ്ക് യു. എല്ലാവരും നല്ല രീതിയിൽ നമ്മുടെ റിസോഴ്സസ് ഒക്കെ വെച്ച് നല്ല രീതിയിൽ നല്ല മുന്നോട്ട് രീതിയിൽ. പഠിക്കാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓൾ ദ വെരി ബെസ്റ്റ്.